തോരൻ ഇവിടെ കുഞ്ഞൂട്ടിന് വലിയ ഇഷ്ടാ. പക്ഷെ ഇവിടെ വേറെ ആർക്കും അത്ര പത്തിയല്ല. മതി മതി മതി, അമ്മയും കൂടി ഇരിക്കി. എനിക്ക് മുരിങ്ങക്കോല ഇഷ്ടം. നാടൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കാലായി. അവസാനമായിട്ട് കുഞ്ഞുട്ടിന്റെ കല്യാണത്തിന് കഴിച്ചതാ. കല്യാണം സൂപ്പറായിരുന്നു, പക്ഷെ സദ്യ പരമ പോറായിരുന്നു. സദ്യ പോരാഞ്ഞിട്ടാണോ നീ രണ്ടാമത്തെ പന്തിയിലും കയറിയിരുന്നത്? അത് പിന്നെ ആദ്യത്തെ പന്തിക്ക് പായസം കിട്ടാത്തോണ്ടല്ലേ രണ്ടാമത് കയറിയിരുന്നത്. കല്യാണത്തിന് ഗൗതമിന്റെ ഫാമിലി ആരും കണ്ടില്ലല്ലോ. മാരീഡ് അല്ലേ? ഗൗതം അങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കില്ല. അതൊന്നുമല്ല, അച്ഛൻ ഡിഫൻസിലായിരുന്നു. റിട്ടയർ ആയപ്പോ പിന്നെ നോർത്ത് തന്നെ സെറ്റിലായി. അതെ, പിടിച്ചു കെട്ടിക്കാനൊക്കെ എല്ലാരും നോക്കിയതാ, പക്ഷെ പിടി കൊടുക്കണ്ടേ. ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ആളല്ലേ, ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴുള്ള ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചിട്ടാ. ഹരി ഇറങ്ങുന്നില്ലേ? ചായ കുടിച്ചിട്ട് പോവാം. ചായ മാത്രമല്ല, കനത്തിലുമല്ല ആവട്ടെ. നീ ചായ എടുത്ത് നോക്ക്, ഞാൻ പോരാ. ശരി. രാത്രി ഇപ്പോഴും ആ ജനറേറ്ററിന്റെ സൗണ്ട് കിട്ടി തന്നെ ഉറക്കം. അപ്പൊ ഇതുവരെ ഒന്നും പെട്ടെന്ന് ഉറങ്ങും, അതാ പ്രശ്നം. അപ്പൊ അതാണ് കാര്യം. എന്ത്? ബാറ്ററി ഡൗൺ ആയി കിടക്കുകയായിരിക്കും. അതായത് മാനസികമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് മാറ്റാന്നുള്ളേ ഉള്ളൂ. മനസ്സിലായില്ല. എടാ, ഉദാഹരണത്തിന് ഈ വണ്ടി കുറേ നാളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ സ്റ്റാർട്ടാവുമോ? ഇല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി ഒന്ന് തള്ളിക്കൊടുക്കുമ്പോൾ സ്റ്റാർട്ടാവും. അതേപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ പതുക്കെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി, സ്റ്റാർട്ടാവും.